ഹലോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടാലോ? ഒരു മടി പിടിച്ച ദിവസമാണ്. കുറച്ച് കുക്കിങ്ങും പിന്നെ ഒരു ടെമ്പിൾ വിസിറ്റും അങ്ങനെ കുറച്ചായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പം രാവിലത്തെ കുറേ ഓട്ടപ്പാച്ചലിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എല്ലാം ഒന്ന് ഒതുക്കി കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ പ്രീ വർക്കൗട്ടായിട്ട് ഞാൻ കഴിച്ചത് ഓട്സും പിന്നെ ചെറുപഴമൊക്കെ കൂടിയിട്ടാണ് കേട്ടോ. രാവിലെ തന്നെ വർക്കൗട്ടൊക്കെ ചെയ്ത് വന്ന ഒരു ഉഷാറാണ്. പിന്നെ ആകെയുള്ളൊരു ടൈം പാസ് അത് തന്നെ ആയതുകൊണ്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാറുണ്ട്. മുടക്കാറൊന്നുമില്ല കേട്ടോ. അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തത് കൊണ്ട് നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തു കേട്ടോ. അങ്ങനെ വല്ലാണ്ട് പഞ്ചസാരയൊന്നും കൂട്ടാറില്ല, ഷുഗറൊന്നും ആഡ് ചെയ്യാറില്ല. പക്ഷേ ഇടയ്ക്ക് ഒരു ക്രേവിങ്സ് ആണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇടയ്ക്ക് നല്ല ഷുഗറൊക്കെ കഴിക്കാൻ അങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മധുരമുള്ള സ്നാക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. പിന്നെ ഇന്ന് കുറച്ച് എണ്ണയൊക്കെ തേച്ച് കുളിക്കുക വിചാരിച്ചു കേട്ടോ. അപ്പോൾ നാൽപ്പാമരാതി എണ്ണയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് തൈലല്ല കേട്ടോ, നാൽപ്പാമരാതി തൈലല്ല, എണ്ണയാണ്. ഇത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഓയിലാണല്ലോ. അപ്പോൾ അങ്ങനെ മേടിച്ച് പിന്നെ കുറച്ച് സൂര്യപ്രകാശമൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ തേച്ചത്. രാവിലെ നേരത്തെ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ വെയിലുണ്ടാവും. ഒരു 8:30 ആ സമയമൊക്കെ ആകുമ്പോൾ കേട്ടോ. അപ്പം അങ്ങനെ ഇളം വെയിലത്ത് ഇങ്ങനെ ഇരുന്നു. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ നിനക്കും വിറ്റമിൻ ഡി കുറച്ച് കമ്മി ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനും കുറച്ച് നേരം ഇങ്ങനെ വെയിലത്തൊക്കെ ഇരിക്കുക വിചാരിച്ചു. ഈ ഇളം വെയിലിൽ അങ്ങനെ ഇരുന്ന് കുറച്ച് എണ്ണയൊക്കെ എടുത്ത് മസാജ് ചെയ്തു. കയ്യിലും കാലിലൊക്കെ തേച്ചു. പിന്നെ ഹെയറിലും കുറച്ച് തേച്ച് ഇങ്ങനെ കുറച്ച് ഫേസ് മസാജൊക്കെ ചെയ്തു കേട്ടോ. നിങ്ങൾ ഈ ഓയിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ഭയങ്കര വൈറലാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നല്ല ബ്രൈറ്റ്നസ് ഉണ്ട് എന്നൊക്കെയാണ് പറയണത്. പിന്നെ ഞാനും ഇപ്പോൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആൺകുട്ടികൾക്കൊന്നും ഇത് തേച്ച് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. കാരണം അതിൽ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ അംശമുള്ളത് കൊണ്ട് അത് ബോയ്സിന് നന്നല്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടു കേട്ടോ. അപ്പം ഞാനിങ്ങനെ നന്നായിട്ട് തേച്ച് ഇങ്ങനെ പിടിപ്പിച്ച് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം നല്ല തണുപ്പ് ക്ലൈമറ്റ് അല്ലേ. അപ്പോൾ ഈ ചൂടത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര സുഖമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഈ എണ്ണ എടുത്തിട്ട് മുടിയിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തു. ആകെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എണ്ണയാണ് കുറച്ച് ഹെയറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കളർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഹെയർ, ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് മാറ്റി ഇപ്പം അങ്ങനെയാക്കി. പിന്നെ അതിന് ശേഷം എണ്ണയൊക്കെ തേച്ചതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്തു. ആകെ 2-3 ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് കല്ലിൽ തന്നെയാണ് അങ്ങോട്ട് വാഷ് ചെയ്യുക കേട്ടോ ചെയ്യുക. അപ്പോൾ വേഗം ആ പണിയൊക്കെ അങ്ങോട്ട് ചെയ്തു. ചില ദിവസങ്ങളിൽ മാത്രമാണ് ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല. ചില സമയത്ത് ഭയങ്കര മൂഡാകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് എണ്ണ തേക്കലും അങ്ങനെയൊക്കെ ഓരോ പണികളാവും. അല്ലച്ച നേരെ വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ഓരോ ദിവസം ഓരോ മൂഡും ഓരോ ക്ഷീണം അങ്ങനെയൊക്കെ ആവും കേട്ടോ. ചില ദിവസങ്ങൾ നല്ല ആക്റ്റീവാവും. അപ്പം നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഉച്ചത്തേക്ക് ഉണ്ണിക്ക് ഞാൻ അവന് ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ ഫ്രൈഡ് റൈസ് പോലെ ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് ഫ്രൈഡ് റൈസും പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. സാലഡൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. വെറുതെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മീൻ വറുത്തത് കണ്ടപ്പോൾ അതും കൂടി എടുത്ത് അങ്ങനെ അതും കഴിച്ചു. വല്ലാണ്ട് ഡയറ്റ് അങ്ങനെയൊന്നും ഇല്ല, എന്നെക്കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ അങ്ങനെ കഴിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഷുഗറിൻ്റെ ക്രേവിങ്സ് ആയതുകൊണ്ട് ഐസ്ക്രീമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ അതെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും. ചില ദിവസങ്ങളിൽ മാത്രം കേട്ടോ ഭയങ്കര എന്തോ ഷുഗർ കഴിക്കാൻ അങ്ങനെ തോന്നും. അപ്പോൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ചു. ചിലപ്പോഴൊന്നും ഒരു പണി ഉണ്ടാവില്ല. ചില ദിവസങ്ങളിൽ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ദിവസങ്ങളാണ് കേട്ടോ. അപ്പോൾ പൂരങ്ങളുടെയൊക്കെ സീസൺ ആവാറായില്ലേ. അപ്പം ഞങ്ങളുടെ ഇവിടെയും പൂരമൊക്കെ ആവാറായി. അങ്ങനെ തിരുവാതിരക്കളി പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം തിരുവാതിരക്കളി പ്രാക്ടീസാണ് കേട്ടോ. ചില ദിവസങ്ങൾ ഭയങ്കര ബോറടിയാവും, ഒരു പണി ഉണ്ടാവില്ല, അങ്ങനെ എവിടെയും പോകാണ്ടാവില്ല, അങ്ങനെയൊക്കെ ആവും. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ പൂരമാവാറായപ്പോൾ പിന്നെ ഭയങ്കര ബിസിയായി. തിരുവാതിരക്കളി അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര എൻ്റർടൈനിങ് ആണ് കേട്ടോ. പിന്നെ അപ്പോൾ കുറേ ഇങ്ങനെ ടൈം വേഗം പോവും.
അപ്പം ഇപ്പം കുറച്ചായിട്ട് കുറച്ച് ബിസി ഷെഡ്യൂൾസ് ആണ് കേട്ടോ. പിന്നെ കോളേജിൽ പോകണം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാണ്. അല്ലച്ച ഇങ്ങനെ ബോറടി തന്നെയാണ്. പിന്നെ ഉച്ചയ്ക്ക് വരുമ്പോൾ ഫ്രഷ് മത്തി കിട്ടി. അപ്പോൾ അങ്ങനെ മത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യലായിരുന്നു പണി. ഇതൊക്കെ വീഡിയോ എടുത്തത് ഉണ്ണിയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം വൈകുന്നേരം ചായയൊക്കെ കുടിച്ചു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ചില ദിവസങ്ങളിൽ ഇരിക്കാൻ പോലും സമയം കിട്ടില്ല. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഒരു പണിയില്ലാണ്ട് വെറുതെ തേരാപ്പാര നടക്കുകയും അങ്ങനെയൊക്കെയാണ്. അപ്പോഴേക്ക് ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണീനെ അങ്ങനെ ഫ്രഷ് ആക്കി അങ്ങനെയൊക്കെ. പിന്നെ സന്ധ്യയായി, വിളക്കൊക്കെ വെച്ചു. പിന്നെ എനിക്ക് ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതാ ഉണ്ണിക്ക് ഇന്നൊരു ഗോൾഡ് മെഡലും സർട്ടിഫിക്കറ്റ് കിട്ടി. അവൻ്റെ ലൈഫത്തെ ഫസ്റ്റ് ഒരു അവാർഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു അമ്മ എന്ന നിലയിൽ ഭയങ്കര പ്രൗഡായ ഒരു മൊമെൻ്റ് ആയിരുന്നു. നല്ല സങ്കടമൊക്കെ ആയി. അങ്ങനെ ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നേരം അവാർഡൊക്കെ വെച്ചു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വല്ല ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ഉണ്ണി നന്നായി.